നമസ്കാരം. പൊടുന്നനെ ഇറാൻ്റെ നേരെയുള്ള അമേരിക്കയുടെ ആക്രമണം 2 കപ്പലുകൾ കൊണ്ടുവരുന്നു. ഹോർമൂസ് കടൽ ഇടുക്കിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചത് വെനിസ്വേലയിൽ നടന്നതുപോലൊരു സംഭവം അവിടെ നടക്കും. ഒരു ദിവസം പട്ടാളക്കാർ കരയ്ക്കോട്ട് കയറിയിട്ട് ഇറാനിലെ അയത്തുള്ള ഖമേനിയെ പിടിച്ചു കെട്ടിക്കൊണ്ട് അമേരിക്കയിലേക്ക് കൊണ്ടുപോകും. അവിടെ പോയി വിചാരണ ചെയ്യും, എന്നിട്ട് തൂക്കും എന്നൊക്കെയാണ് വിചാരിച്ചത്. ആ രീതിയിലാണ് അവരുടെ ഒരു വരവും മസിലും പിടിച്ചുകൊണ്ട് USS ജെറാർഡ് ഫോർഡ്, ലോകത്തിലെ ഏറ്റവും വലിയ നാവിക സൈനിക കപ്പൽ. അതുപോലെ തന്നെ USS എബ്രഹാം ലിങ്കൺ, പേര് കേട്ടാൽ ഞെട്ടും. അത് 2ാമത്തെ ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ. ഈ 2 പോർ വീരന്മാരെയും കൊണ്ടാണ് അവിടെ വന്ന് കിടക്കുന്നത്. ഇപ്പോൾ 2 പേരും നിശബ്ദരായിട്ട് ഹോർമൂസ് കടലിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. യുദ്ധത്തിനുള്ള അവസരം കിട്ടാതെ പോയി. എബ്രഹാം ലിങ്കണെ വാസ്തവത്തിൽ ജെറാർഡ് ഫോർഡിനെയും വാസ്തവത്തിൽ അപമാനിച്ചു എന്നുള്ള 2 US പ്രസിഡന്റുമാരായിരുന്നു. 2 പേരെയും ആ കടലിടുക്കി കൊണ്ടുവന്നിട്ട് അപമാനിച്ചു. എന്താണ് കാര്യമെന്നറിയാമോ? ആ കാര്യങ്ങളൊന്നും നമുക്ക് പത്രദ്വാര അല്ലെങ്കിൽ മാധ്യമദ്വാര അറിയാൻ കഴിയില്ല. അത് അറിയാൻ കഴിയുന്നത് അങ്ങ് അകലെയുള്ള ഉപഗ്രഹങ്ങൾ വഴിയാണ്. ഉപഗ്രഹങ്ങൾ വഴി ലഭിച്ച ചിത്രങ്ങളിലൂടെ കണ്ട ചിത്രം ബീഭത്സമാണ്, ഒരു പക്ഷേ വളരെയധികം ഞെട്ടിക്കുന്നതുമാണ്. ഇറാൻ്റെ ആയുധ ശേഖരത്തിൽ ഏതാണ്ട് 600ഓളം ആണവ ആയുധങ്ങൾ അവിടെ സംഭരിച്ചു വച്ചിട്ടുണ്ട്. പണ്ട് ഇസ്രായേലും അതുപോലെ അമേരിക്കയും കൂടി സംയുക്തമായിട്ട് അതിവിദഗ്ധമായിട്ട് ബങ്കർ ബസ്റ്റർ ബോംബറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ്റെ മലയിൽ 200 അടി താഴ്ചയിൽ തുരന്നെത്തി നടത്തിയ സംഹാര വിധ്വംസക പ്രവർത്തനം വിഫലമായി തീർന്നു. വേറെ സ്ഥലത്ത് അവർ കൊണ്ടുപോയി സ്ഥാപിച്ചു ആണവ ആയുധങ്ങൾ, മിസൈലുകൾ. അതായത് സ്റ്റെങ് വാലി എന്ന് പറയുന്ന സ്ഥലം, ZTENG ആണ് എൻ്റെ സ്പെല്ലിങ്. അതുപോലെ തന്നെ ഹൈ വാലി എന്നീ പ്രദേശങ്ങളിലാണ് വിന്യസിച്ചിരിക്കുന്നത്. ഇനി ഇതെങ്ങനെ ഇവിടെ ഉണ്ടാക്കിയതാണോ? അല്ല. പിന്നെ എവിടെ ഉണ്ടാക്കി? ഇത് ചൈനയിൽ ഉണ്ടാക്കിയതാണ്. അതെങ്ങനെ ഇവിടെ വന്നു? ഇവിടെ വന്നതിൻ്റെ കാരണം ചൈനയും ഇറാനും തമ്മിൽ ആണവ സൈനിക കരാർ ഉണ്ട്. ആണവ സൈനിക അതുപോലെ തന്നെ സാങ്കേതിക കരാർ നിലവിലുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, 2015 ചൈന ജോയിൻറ്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ JCPOA എന്ന കരാറിൽ ഒപ്പിട്ടില്ലേ? അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നത് കുറ്റകരമല്ലേ? ആ കരാറിന് വിരുദ്ധമല്ലേ? അല്ല. എന്തെന്നാൽ ഇതിൽ ഡ്യുവൽ പർപ്പസിനുള്ള ആയുധങ്ങൾ കൊടുക്കാവുന്നതാണ്. ഡ്യുവൽ പർപ്പസ് എന്ന് പറഞ്ഞാൽ സമാധാന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആയുധങ്ങൾ കൊടുക്കാം. പക്ഷേ ഇതിൽ ആണവം കൊടുക്കുന്നത് തെറ്റല്ലേ? ഇവിടെ ആണവം കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഇവർ കൊടുത്ത മിസൈലിൽ അമേരിക്കയെ ഭയപ്പെടുത്തുന്ന ഏറ്റവും ഇറാൻ കൈവശം വെച്ചിരിക്കുന്ന ഇൻ്റർകോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലാണ്. ആ മിസൈൽ അതിൽ ടെക്നോളജിയായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അറ്റോമിക് എനർജി അല്ല, മറിച്ച് അമോണിയം പെട്രിയോട്ട് എന്ന് പറയുന്ന സാധനമാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വലിയ സംഹാര ശക്തി ഉള്ളതും ടെഹ്റാനിൽ നിന്ന് പറന്ന് അമേരിക്കയുടെ അങ്ങേയറ്റം വരെ എത്താവുന്നതും അമേരിക്കയെ തീർക്കാൻ കഴിയുന്നതുമായിട്ടുള്ള ഒരു മിസൈലാണത്. അതെങ്ങനെ നിർമ്മിച്ചിട്ടില്ല ഇറാനിൽ. പിന്നെ എങ്ങനെ വന്നു? അത് ചൈന കൊടുത്തതാണ്. ഈ കരാർ പ്രകാരം ചൈന കൊടുത്തതാണ്. ആണവ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഇത്. ചൈന വേറെ ടെക്നോളജി ഉണ്ടാക്കി, വേറെ ഇന്ധനം ഉപയോഗിച്ചു. അതിൻ്റെ ബലത്തിൽ ഇത്രയും ദൂരം സഞ്ചരിച്ച് അമേരിക്കയുടെ ക്യാപിറ്റൽ ഹില്ലിനെ പോലും സംഹരിക്കാൻ ശേഷിയുള്ള ഒന്ന്. അതെങ്ങാനും തൊടുത്തു കഴിഞ്ഞാൽ
തീർന്നു. എന്നാൽ ചോദിക്കും, ഇപ്പോൾ USSൻ്റെ ഈ 2 കപ്പലുകളും ചേർന്ന് അതിനെ അങ്ങ് തകർക്കാഞ്ഞത് എന്താന്ന്? അതുമാത്രമല്ല ആയുധശേഖരത്തിലുള്ളത്, ഏതാണ്ട് 600ഓളം ന്യൂക്ലിയർ വെപ്പണുകൾ ഇറാൻ തന്നെ തയ്യാറാക്കി വെച്ച് അവിടെ ഉണ്ട്. ഇതിൽ ഒരെണ്ണം എങ്ങാണമെന്ന് അയച്ച് ലക്ഷ്യത്തിൽ കൊണ്ടു കഴിഞ്ഞാൽ തീർന്നു ലിങ്കണും ജെറാഡ് ഫോർഡുമെല്ലാം. അതുകൊണ്ടാണ് പ്രത്യക്ഷമായ ഒരു ആക്രമണത്തിലേക്ക് പോകാമെന്ന് ഭയപ്പെടുത്താനുള്ള ഒരു സമ്മർദ്ദത്തിലേക്ക് പോയത്. ആ സമ്മർദ്ദത്തിന് ഇറാൻ വഴങ്ങിയോ എന്ന് പറയാൻ പറ്റില്ല. കാരണം അവർ നേരത്തെയും പറഞ്ഞു ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറായി. ഒരു ചർച്ചയ്ക്കുമില്ല എന്നുള്ള ഒരു കടുംപിടുത്തം അവരൊരിക്കലും എടുത്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ്? അവർ പറഞ്ഞു ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്, പക്ഷേ ഞങ്ങളുടെ മേൽക്കുള്ള ഉപരോധം പിൻവലിക്കണം. അതുമാത്രമാണ് അവർ പറഞ്ഞത്. ഇപ്പം ചർച്ച നടന്നല്ലോ. എന്താ യുദ്ധം നടത്താതെ ചർച്ചയിലേക്ക് അമേരിക്ക പോയത്? മരിച്ചുപോയ വിദ്യാർത്ഥികൾ, പ്രക്ഷോഭകർ വല്ലതും ജീവനോടെ തിരിച്ചു വന്നു? അവിടുത്തെ ജനാധിപത്യ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചോ? മതരാജ്യമെന്നുള്ള അതിൻ്റെ ഒരു അഡ്രസ്സ് ഇല്ലാതായോ? അതെല്ലാം അങ്ങനെ തന്നെ തുടരുകയല്ലേ. അവിടെ പോയി വിപ്ലവം ഉണ്ടാക്കാൻ 2 കപ്പലുകൾ വെച്ച് അമ്മി തിരിച്ചു വന്നു. ഇത് അമേരിക്കയുടെ 4ാമത്തെ നാണം കെട്ട പരാജയമാണ് വാസ്തവത്തിൽ. അമേരിക്കൻ മാധ്യമങ്ങളും നമ്മുടെ മാധ്യമങ്ങളും അത് മൂടി വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അമേരിക്ക അവിടെ അമ്പേ പരാജയപ്പെട്ടു എന്നുള്ളതാണ് സത്യം. കാരണം ഇതിനു മുമ്പ് 3 തവണ അമേരിക്ക ഇറാനോട് വളരെ നാണം കെട്ട തരത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. ആ പരാജയങ്ങളൊക്കെ നമ്മളൊരു പക്ഷേ നമ്മുടെ മറവിയുടെ മറാല നീക്കി പൊടി തട്ടിയെടുക്കേണ്ടി വരും. അതിലൊന്ന് 1971-81 ഇറാനിൽ നടന്ന ഹോസ്റ്റേജ് ക്രൈസിസാണ്. ഇറാനിലെ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ അവിടെ അന്നുണ്ടായിരുന്ന സുരക്ഷാ സേനയായിട്ടുള്ള രാജ്യരക്ഷാ സേനയായിട്ടുള്ള റെവല്യൂഷണറി ഗാർഡ് കോർപ്പ് അവർ രണ്ടും കൂടി ചേർന്നിട്ട് അമേരിക്കയുടെ 52 നയതന്ത്രജ്ഞരെ അത്ര ഉറച്ച നയതന്ത്ര ബന്ധമായിരുന്നു ഈ രാജ്യങ്ങൾ തമ്മിലുണ്ടായത്. അതായത് റിസ്വ പഹലാവിയുടെ കാലം മുതൽ ഇറാനിലെ ഷാ എന്നറിയപ്പെടുന്ന രാജാധികാരിയായിട്ടുള്ള ഇറാനിലെ ഷായുടെ കാലത്ത് ഉണ്ടായിരുന്ന ആ ഒരു ആത്മൈക്യത്തിൻ്റെ ഡിപ്ലോമാറ്റിക് ബന്ധത്തിൻ്റെ ബാക്കി പത്രമായ ഈ 52 തന്ത്രജ്ഞരെ, അതായത് ഡിപ്ലോമാറ്റുകളെ അവിടെ ഈ വിദ്യാർത്ഥികൾ പിടിച്ച് തടവിലാക്കി അമേരിക്ക ആവുന്ന പണി 56 നോക്കി, ഒരു രക്ഷയുമില്ല. അവർ അവിടെ ഏതാണ്ട് 444 ദിവസം തടവിൽ കിടന്നു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1 വർഷവും പിന്നെ ഏതാണ്ട് 2-2.5 മാസവും തടവിൽ കിടന്നു. ഇവരെ രക്ഷിക്കാൻ വേണ്ടി അമേരിക്ക ഒരു ഓപ്പറേഷൻ നടത്തി. ഓപ്പറേഷൻ ഈഗിൾ ക്ലോ എന്നാണ് അതിൻ്റെ പേര്. അതായത് ഗരുഡൻ്റെ നഖമുന എന്നുള്ള പേരിട്ട പേടിപ്പെടുത്തുന്ന ഒന്ന്. ഈ ഡിപ്ലോമാറ്റുകളെ റാഞ്ചിക്കൊണ്ടങ്ങ് പോകാനായിരുന്നു ലക്ഷ്യം. അവർക്ക് കഴിഞ്ഞില്ല. എൻ്റെ ഈ വിമാനത്താവളത്തിൽ പണ്ട് ഇസ്രായേൽ നടത്തിയതുപോലുള്ള ഒരു രക്ഷാപ്രവർത്തനം അതിലും പരാജയപ്പെട്ടു. പിന്നെ ഇതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്ന അമേരിക്കയുടെ നാണക്കേടെന്ന് ചരിത്രത്തിൽ തന്നെ പേരിട്ടിരിക്കുകയാണ്. ദ ഷെയിം ഓഫ് US എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നു. പിന്നെ ഇറാഖിലെ ഷിയ മിലിഷ്യകളെ എപ്പോഴും പിന്തുണച്ചിട്ടുള്ള രാജ്യമാണ് ഇറാൻ. 2011 അങ്ങനെ പിന്തുണച്ചു. അവരുടെ സഹായത്തോടു കൂടി അമേരിക്കൻ സൈന്യത്തെ അവിടെ തകർത്തു ഇറാൻ. കാരണം ഇറാൻ ഒരു ഷിയ ആധിപത്യമുള്ള രാജ്യമാണ്, ഷിയ ഭൂരിപക്ഷമുള്ള രാജ്യമാണ്. ഈ ഷിയാക്കളാണ് ലോകത്തെമ്പാടും ഇന്ന് ഏറ്റവും കൂടുതൽ പീഡനത്തിനും വംശീയ ഹത്യകൾക്കും വിധേയമായിക്കൊണ്ടിരിക്കുന്നത്. നൈജീരിയയിലെ, യമനിലെ, സിറിയയിലെ, പാകിസ്ഥാനിലെ, ബംഗ്ലാദേശിലെ ഒക്കെ പള്ളികളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചാവേറാക്രമണം കൊണ്ടോ ബോംബാക്രമണം കൊണ്ടോ കൊല്ലുന്നത് ഇവരെയാണ്. അങ്ങനെ ഏറ്റവും ലോകത്തിലെ ദുരന്തമനുഭവിക്കുന്ന ഒരു ജനതയാണ് ഈ ഷിയാക്കൾ. അതുപോലെ തന്നെ അപ്പോൾ അത് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമതൊന്ന് നടന്നത് കാസിം സുലൈമാനി എന്ന് പറയുന്ന ഒരു മതപണ്ഡിതനെ 2020 വധിച്ചു. അത് അമേരിക്കയാണെന്ന് സംശയിച്ചുകൊണ്ട് ഇറാഖിലെ
സുന്നി ഭൂരിപക്ഷമുള്ള ഇറാഖിലെ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ, അവിടെ ഒരുപാട് എണ്ണ സമ്പന്നമായ രാജ്യങ്ങളിലെല്ലാം ഇവർ കൊണ്ടുപോയി സ്ഥാപിക്കും, പിന്നെ സൈനിക താവളങ്ങൾ സ്ഥാപിക്കും. ആ താവളങ്ങളെ മുഴുവൻ ഇറാൻ തകർത്ത് തരിപ്പണമാക്കി. ഇവിടെ താല്പര്യം പ്രധാനമായിട്ടും എണ്ണയിലാണ്. ഇറാനിലും അതുണ്ട്. പക്ഷേ ഇറാനെ അങ്ങനെ വെനിസുലയെ പോലോ മറ്റേതെങ്കിലും ഒരു രാജ്യത്തെ പോലെയോ ചൂഷണം ചെയ്യാൻ, സൗദി അറേബ്യയെ പോലെയോ ഇന്ന് വരെ ചൂഷണം ചെയ്യാൻ ഇവർക്ക് ഇടം കിട്ടിയിട്ടില്ല. അതിനുവേണ്ടി 2 കപ്പലിൻ്റെ സഹായത്തോട് വന്ന് ഇപ്പോൾ കപ്പലുകൾ അവിടെ ഇരിക്കുകയാണ്. നാണം കെട്ട് ഏതാനും ദിവസങ്ങൾക്കകം ആ കപ്പലുകളെ തിരിച്ച് സൗത്ത് ചൈന സീയിലേക്ക് തന്നെ കൊണ്ടുവരേണ്ടി വരും. ഇതിനോട് ചേർത്ത് നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചൈന ഇത് സപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് ഉപഗ്രഹ ചിത്രങ്ങൾ വഴിയിട്ട് അമേരിക്ക മനസ്സിലാക്കി. അപ്പോൾ ഈ ചൈനയിൽ നിന്ന് ഫർദർ സപ്ലൈസ് വരുന്നത് തടയാൻ കൂടിയാണ് ഈ കപ്പലുകൾ വന്നിരിക്കുന്നത് എന്ന് മാത്രമല്ല, ചൈനയോടുള്ള വിരോധം പരോക്ഷമായിട്ട് അമേരിക്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, സൗത്ത് ചൈന സീയിലൂടെ ജപ്പാൻ അതിർത്തി കടന്നു വന്ന ഒരു കപ്പൽ ജപ്പാൻകാർ പിടിച്ച് അവരുടെ ബന്ദവസിലാക്കി പിടിച്ച് കൊണ്ടുപോയി പരിശോധനകൾ നടത്താൻ വേണ്ടി. ഇത് ചാര കപ്പലാണോ എന്നുള്ള പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോയി. ഇതിനകത്ത് എക്സ്പ്ലോസീവ്സ് ഉണ്ടോ എന്ന പരിശോധന അവരുടെ കയ്യിലാണ്. ചൈനയ്ക്ക് വലിയ നാണക്കേടേറ്റ സംഭവം. ഈ ചൈനയെ നാണക്കെടുത്തത് അമേരിക്കയാണ്. കാരണം ജപ്പാൻ ഒറ്റയ്ക്ക് അങ്ങനൊരു കാര്യം ചെയ്യാനുള്ള ശക്തിയില്ല, സൈനിക ശക്തിയില്ല. അതുപോലെ തന്നെ അങ്ങനെ ഒരു രാജ്യമല്ല ജപ്പാൻ. നാഗസാക്കിയിലും ഹിരോഷിമയിലും ബോംബിട്ട് തകർത്തതിൽ പിന്നെ സമാധാനത്തിന് വേണ്ടി ആറ്റോമിക് ബോംബിന് എതിരായിട്ടും നിലകൊള്ളുന്ന രാജ്യമാണ് ജപ്പാൻ. പക്ഷേ ഇപ്പോൾ നോക്കിക്കോളൂ, ചരിത്രത്തിൻ്റെ ഒരു ട്വിസ്റ്റ്. ഇവിടെ ഈ 2 രാജ്യങ്ങളും കൂടി ചേർന്നുകൊണ്ട് അന്നത്തെ ഈ 2ാം ലോകമഹായുദ്ധത്തിലെ ശത്രു രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് ചൈനയ്ക്കെതിരെ നടത്തിയ നീക്കമാണ്. അമേരിക്ക പറഞ്ഞത്, നിങ്ങൾ കപ്പൽ പിടിച്ചോളൂ, എന്തെങ്കിലും അതിന് കോൺസിക്വൻസ് ഉണ്ടായാൽ, പരിണത ഫലമുണ്ടായാൽ ഞങ്ങളേറ്റു നിങ്ങളുടെ രക്ഷ, സുരക്ഷിതമാക്കാൻ നിങ്ങളെ എന്നുള്ളൊരു വാക്കുകൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊന്ന് നടന്നത്. അത് കാണണം. അപ്പോൾ ചൈന ഇവിടെ നടത്തുന്ന ഈ കുൽസിത പ്രവർത്തനങ്ങളെ അമേരിക്ക തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ ചൈനയുമായി നേരിട്ട് ഒരു യുദ്ധത്തിന് പോയാൽ ഉണ്ടാകുന്ന സ്ഥിതി അമേരിക്കയ്ക്കറിയാം. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇവിടെ അമേരിക്ക വീണ്ടും പരാജയപ്പെട്ടിരിക്കുന്നു. അങ്ങനെ വീണ്ടും ചർച്ചയിലേക്ക് മടങ്ങിയിരിക്കുന്നു. തൽക്കാലം ലോകം സമാധാനത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.